നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ. ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 4 മുതലുള്ള തിരുവചനങ്ങൾ. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഹല്ലേലൂയ, 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 കരങ്ങളുയർത്തി വീശിക്കൊണ്ട് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഫലമായ സ്നേഹത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത് സ്നേഹം സകലതും വിശ്വസിക്കുന്നു എന്ന വിഷയത്തെക്കുറിച്ചാണ്. സ്നേഹം സകലതും വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പറയാം, സ്നേഹം സകലതും വിശ്വസിക്കുന്നു. സ്നേഹം സകലതും വിശ്വസിക്കുന്നു. ഒന്ന് സ്നേഹത്തോടെ പറഞ്ഞ് സ്നേഹം സകലതും വിശ്വസിക്കുന്നു. അടുത്തിരിക്കുന്നവർ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞ് സ്നേഹം സകലതും വിശ്വസിക്കുന്നു. സകലതും വിശ്വസിക്കുന്നുണ്ടോ? ജീവിതത്തിൽ ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, സാധാരണയായി വിശ്വസിക്കുക അല്ലെങ്കിൽ വിശ്വാസം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത ദൈവത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ദൈവിക സത്യങ്ങളെക്കുറിച്ചുള്ള, സഭ പഠിപ്പിക്കുന്ന വിശ്വാസ സത്യങ്ങളെക്കുറിച്ചുള്ള ആ ഒരു വിശ്വാസത്തിലേക്കാണ് നമ്മുടെ മനസ്സ് പെട്ടെന്ന് പോകുന്നത്. എന്നാൽ ഇവിടെ സ്നേഹം സകലതും വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വിശ്വാസം എന്ന വാക്ക് അല്ലെങ്കിൽ ആ പദം ദൈവ മനുഷ്യ ബന്ധത്തെ സൂചിപ്പിക്കുന്നതല്ല, ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെ സൂചിപ്പിക്കുന്നതല്ല. മറിച്ച് ഇവിടെ പൗലോസ്ലീഹ ഉപയോഗിച്ചിരിക്കുന്ന വിശ്വാസം എന്ന പദം സ്നേഹത്തിന്റെ മറ്റു ഗുണങ്ങളിൽ എന്ന പോലെ തന്നെ മനുഷ്യർ തമ്മിലുള്ള പരസ്പര വിശ്വാസത്തെയും സ്നേഹത്തെയും സൂചിപ്പിക്കുന്ന പദമാണ്. നമ്മൾ തമ്മിലുള്ള പരസ്പര വിശ്വാസം, ഈ പരസ്പര വിശ്വാസത്തിന്റെ പുറത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ദൈവവിശ്വാസം മാത്രമല്ലല്ലോ. അപ്പോൾ സ്നേഹമെല്ലാം വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് മറ്റൊരാളിലുള്ള നന്മയെ സ്വീകരിക്കുന്ന മനോഭാവമാണ്. ഈ നന്മയെ സ്വീകരിക്കണമെങ്കിൽ പരസ്പര വിശ്വാസം ഉണ്ടാകണം. ഇല്ലായെങ്കിൽ നമുക്ക് അയാളിലെ നന്മകളെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ മറ്റൊരാളിലെ നന്മയിൽ നമ്മൾ വിശ്വസിക്കുവാനായിട്ട് പരസ്പര വിശ്വാസത്തിൽ നമ്മൾ വളരുന്നു. അപ്പോൾ ഇങ്ങനെ മറ്റൊരുവന്റെ നന്മയെ സ്വീകരിക്കുന്ന, അയാളുടെ നന്മയെ ഉൾക്കൊള്ളുന്ന, ആ നന്മയിൽ വിശ്വസിക്കുന്ന ഈ മനോഭാവം അപരനിലുള്ള കുറവുകളെ, പോരായ്മകളെ അവഗണിക്കുവാനായിട്ട് നമ്മെ സഹായിക്കുന്നു. മറ്റുള്ളവരുടെ നന്മകൾ കാണുമ്പോൾ നമ്മളവിടെ പോരായ്മകൾ കാണുമോ? ഇല്ല. അപ്പോൾ സ്നേഹിക്കുന്നവർ പരസ്പരം അവരുടെ നന്മയിൽ വിശ്വസിക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു. സ്നേഹിക്കുന്നവർക്ക് ഉണ്ടായിരിക്കേണ്ടതും അവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതും ഈയൊരു മനോഭാവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ, മനുഷ്യർക്കിടയിലുള്ള ബന്ധത്തിന്റെ കഥ തുടങ്ങുന്നത് തന്നെ പരസ്പര ബഹുമാനത്തിന്റെയും വിശ്വാസത്തിന്റെയും അതിസുന്ദരമായ ഒരു സംഭാഷണത്തിലൂടെയാണ്. നമ്മുടെ ജീവിതം, നമ്മുടെ ഒരു ദിനം തുടങ്ങുന്നത് ഏതു തരത്തിലുള്ള സംഭാഷണത്തിലൂടെയാണ്? നല്ല സംഭാഷണത്തോടു കൂടിയാണ് അല്ലേ? ഉറങ്ങുന്ന കുട്ടികളെ എന്ത് പറഞ്ഞാ വിളിച്ചുണർത്തുന്നത്? മോനെ എന്ന് വിളിച്ചിട്ടുണ്ട്. അതിന്റെ ഇപ്പുറത്ത് കുറച്ചുകൂടി ഏറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, ബൈബിൾ അനുസരിച്ച് ആദ്യമായി ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കണ്ടുമുട്ടിയ സമയം ഏതാ? ആദം ഹവ്വായെ കണ്ടുമുട്ടിയതാണ്. ആദത്തെ സൃഷ്ടിച്ച ദൈവം അവനെ ഒരു നിദ്രയിൽ ആഴ്ത്തുകയും അവന്റെ വാരിയലിലെടുത്ത് അതിൽ നിന്ന് ഹവ്വയെ സൃഷ്ടിക്കുകയും ചെയ്യും. നമുക്കറിവുള്ള കാര്യമാണ്. അങ്ങനെ ആദോ ഹവ്വയും പരസ്പരം കണ്ടുമുട്ടിയ ആ അമൂല്യമായ നിമിഷമാണ് മനുഷ്യർ തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെ ഒരിക്കലും അവസാനിക്കാത്ത ആ കഥ തുടങ്ങുന്ന നിമിഷം എന്ന് പറയുന്നത്. ആ ഹവ്വയെ നോക്കി ആദ്യമായി ആദം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഹവ്വ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ പറഞ്ഞത്? ഹവ്വ എന്ന് അങ്ങനെയാണോ പറഞ്ഞത്? എന്റെ അസ്ഥിയും മാംസത്തിന്റെ മാംസം എന്നാണ് പറഞ്ഞത്. അത് ആദ്യത്തെ ചാറ്റിംഗ് ആണത്, ആദ്യത്തെ SMS. എന്താ പറയണത്? ആദ്യത്തെ ഒരു പ്രേമ സംഭാഷണം അതാണ്. ഒടുവിൽ ഇതാ എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 23 നമ്മളത് വായിക്കുന്നത്. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ കാണുമ്പോ എന്തെന്നാ പറയുന്നത്? എന്താ പറയുന്നത്? നമുക്കിവിടെ പറയാൻ പറ്റില്ലല്ലേ. ഇപ്പൊ അന്ന് ഡിക്ഷണറി ഒന്നും ഇല്ലായിരുന്നു. ഇന്നാണെങ്കിൽ ചങ്കാണ്, കരളാണ് അല്ലെ, എന്റെ ബെസ്റ്റി. ഇപ്പോഴത്തെ പുതിയ വാക്കല്ല ബെസ്റ്റി. അന്ന് ഡിക്ഷണറി ഒന്നും ഇല്ലായിരുന്നു. പാവപ്പെട്ട ആദത്തിനും ഹവ്വായ്ക്കും ഉണ്ടായിരുന്നു. അവരുടെ ആദ്യത്തെ ചാറ്റിംഗ് അങ്ങനെയാ. എന്റെ മാംസത്തിന്റെ മാംസവും എന്റെ അസ്ഥിയുടെ അസ്ഥിയും. പ്രിയപ്പെട്ടവരെ, ആദ്യ മനുഷ്യനായ ആദത്തിന് ഹവ്വയെ തന്റെ തന്നെ അസ്തിത്വത്തിന്റെ പ്രതിഫലനമായി കാണുവാനും അവളിലുള്ള നന്മയെ വിശ്വസിക്കുവാനുമായിട്ട് കഴിഞ്ഞു. അവൾ എന്നെപ്പോലെ തന്നെയുള്ളവളാണെന്നും അവൾ എന്നേക്കാൾ ഒട്ടും കുറയാത്തവളാണെന്നും കുറവില്ലാത്തവളാണെന്നും അവൾ തനിക്ക് മതിയായവളാണെന്നും ആദം ഏറ്റുപറയുകയായിരുന്നു. എന്റെ അസ്ഥിയുടെ അസ്ഥിയും എന്റെ മാംസത്തിന്റെ മാംസം എന്നെപ്പോലെ തന്നെയാണെന്ന് അംഗീകരിക്കുക. താൻ ദൈവകരത്താൽ മെനയപ്പെട്ടതുപോലെ തന്നെ ദൈവഹൃദയത്തിൽ നിന്ന് രൂപപ്പെട്ടവളാണ് ആ ഹവ്വയെന്ന് ആദം തന്റെ വാക്കുകൾ കൊണ്ട് അംഗീകരിക്കുകയായിരുന്നു. ആദത്തിന്റെ നോട്ടം അവളുടെ കുറവുകളിലേക്കായിരുന്നില്ല, മറിച്ച് അവൻ നോക്കിയത് അവളുടെ നിറവുകളിലേക്കായിരുന്നു, നന്മകളിലേക്കായിരുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരെ നോക്കിക്കാണുന്നത്? നിങ്ങളുടെ ജീവിത പങ്കാളിയെ ഏത് മനോഭാവത്തോടു കൂടിയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? നിങ്ങളുടെ സുഹൃത്തുക്കളെ, നിങ്ങളുടെ കുടുംബത്തിലുള്ള വ്യക്തികളെ, നിങ്ങളുടെ അയൽക്കാരെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിന്റെ നോട്ടം അപരന്റെ കുറവുകളിലേക്കാണോ അതോ അപരന്റെ നന്മകളിലേക്കാണോ? ചില ഭർത്താക്കന്മാർക്ക് കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ അവര് പറയും, ഇവളെനിക്ക് ചേരാത്തവളാണ്. കുറെ നാൾ കഴിയുമ്പോഴാണ് പറയുന്നത്. കാരണം അവൾക്കൊരു ലുക്കില്ല. പ്രിയപ്പെട്ടവരെ, ഈ ലുക്കില്ലാത്തതിന്റെ കാരണം എന്താണ്? നമ്മുടെ നോട്ടപ്പശകാണ് അല്ലെ? നമ്മൾ തിന്മയിലേക്ക് നോക്കുന്നത് കൊണ്ടാണ് അല്ലേ? നമ്മളൊരാളുടെ നന്മയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും, ഇവളെന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്, എന്നെ സൃഷ്ടിച്ച ദൈവം തന്നെയാണ് ഇവളെ സൃഷ്ടിച്ചതെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ചില ഭാര്യമാർക്ക് ഇങ്ങനെ 2-3 കുട്ടികളൊക്കെ ആയി കഴിയുമ്പോൾ ഭർത്താവിനെ വേണ്ട, അവർ തോന്നുന്നു ഇതിയാൻ എനിക്ക് ചേർന്നതല്ല അല്ലെ, അങ്ങനെ ചിന്തിക്കാറുണ്ട്. കാരണം അവർക്ക് കളറ് പോരാ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അതായത് നാളിത്രയും ഭർത്താവ് അന്യനാട്ടിൽ കിടന്ന് രാപകൽ അധ്വാനിച്ച് സ്ഥലം മേടിച്ച് വീട് വെച്ച്
കടബാധ്യതകളും എല്ലാം തീർത്ത് നാട്ടിൽ വന്ന് ശിഷ്ടകാലം ഭാര്യയോടും മക്കളോടുമൊത്ത് സന്തോഷത്തോടെ ജീവിക്കാമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് അമ്മായിയമ്മയുടെ ഒടുക്കത്തെ ചോദ്യം, അവൾ അയാൾക്ക് ചേർന്നതാണോ? നിങ്ങൾ തന്നെ പറ, നാട്ടുകാരോട് ചോദിക്കുന്നത്. കല്യാണം ആലോചിച്ചപ്പോൾ ഗൾഫുകാരനാണെന്ന് പറയുവാനായിട്ട് 100 നാവുണ്ടായില്ല. മരുമകൻ ഗൾഫുകാരനാണ്, പറയുന്നതിൽ അഭിമാനമായിരുന്നു. മകൾക്കിപ്പോൾ സർക്കാർ ജോലി ലഭിച്ചു. അപ്പോൾ അതിന്റെ അഹങ്കാരമാണ് ഇങ്ങനെ പറയുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. സ്ഥലം മേടിക്കുന്നതിന് ഭർത്താവിന് ആവശ്യമായിരുന്നു. പുതിയൊരു വീട് വെക്കുന്നതിന്, ഭവനം നിർമ്മിക്കുന്നതിന് ഭർത്താവിന് വേണമായിരുന്നു. കടബാധ്യത തീർക്കുവാനായിട്ട് ഭർത്താവിന് വേണമായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ കൂടെ കൊണ്ട് നടക്കുവാനായിട്ടൊരു ബുദ്ധിമുട്ട്. അയാൾ എനിക്ക് ചേർന്നതല്ല, കളറ് പോരും. തന്റെ ഭർത്താവാണെന്ന് ഏതെങ്കിലും ഒരു അടിയന്തരത്തിൽ കൂടെ കൊണ്ടുപോകുവാനായിട്ടൊരു കുറച്ചില, ഒരു ബുദ്ധിമുട്ടാണ്. പ്രിയമുള്ളവരെ, പരസ്പരം മുഖത്തു നോക്കി നിങ്ങൾ എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമാണെന്ന് ആത്മാർത്ഥമായിട്ട് പറയാൻ ശക്തി തരുന്ന പരിശുദ്ധമായ പ്രണയത്തിന്റെ നീരുറവ വറ്റി വരളുമ്പോഴാണ് ഈ വക ചിന്തകളൊക്കെ മനസ്സിലേക്ക് ഉയർന്നു വരുന്നത്. പരസ്പരം അംഗീകരിക്കുന്ന കലർപ്പില്ലാത്ത സ്നേഹത്തിന്റെ മഴ പെയ്യാതെ ഹൃദയം വരണ്ടു പോകുമ്പോഴാണ് പരസ്പര സ്നേഹം കൈമോശം വരുന്നതും നമ്മുടെയൊക്കെ ചിന്തകളൊക്കെ വികലമാകുന്നതും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്വാളിയറിൽ എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട്. ഭർത്താവ് ഒരു കോളേജ് പ്രൊഫസറാണ്, ഭാര്യ സീനിയർ സെക്കൻഡറി ടീച്ചറാണ്. മക്കൾ 2 പേര് ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഹൈ കാസ്റ്റ് ഫാമിലിയാണ്. പക്ഷെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? പിരിഞ്ഞു താമസിക്കുകയാണ് ഇപ്പോഴും. വിവാഹമോചനത്തിന് പേപ്പറൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്തതിന്റെ കാരണമായിട്ട് പറയുന്നത് ഭാര്യയ്ക്ക് സ്റ്റാൻഡേർഡ് പോരാ. അദ്ദേഹം വലിയ കോളേജ് പ്രൊഫസറാണല്ലോ, ഹൈസ്കൂൾ ടീച്ചറാണ്, സീനിയർ ഹയർ സെക്കൻഡറി പഠിപ്പിക്കുന്ന ടീച്ചറാണ്. സ്റ്റാൻഡേർഡ് പോരാ, ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, അതേ സമയം തന്നെ ഗ്വാളിയറിന്റെ തെരുവീതികളിലേക്ക് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ നാടോടികൾ താമസിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പല സ്ഥലത്തും തുണികൾ കൊണ്ടുള്ള ടെന്റുകൾ, ഈ ടെന്റുകൾ ഉയർന്നു നിൽക്കുന്നത് കാണാം. കൊടും തണുപ്പിന്റെ സമയത്ത് ഭാര്യയും മക്കളുമൊക്കെ അകത്ത് താമസിക്കുമ്പോൾ പുറത്ത് തണുപ്പത്ത് ഭർത്താവ് ഒരു കമ്പിളിയും പുതച്ചു കിടക്കുന്ന കാഴ്ച നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്നതാണ്. കുറഞ്ഞ സൗകര്യങ്ങളിലും ആ ദാരിദ്ര്യത്തിലും സംതൃപ്തിയോടെ ഒരുമിച്ച് കഴിയുന്ന അവരുടെ സ്നേഹം സംസ്കാര സമ്പന്നർക്കും വിദ്യാഭ്യാസമുള്ളവർക്കും മാതൃക തന്നെയാണ്. നാടോടികൾ താമസിക്കുന്ന ജീവിക്കുന്ന ഈ സ്നേഹ കൂടാരത്തിന് നാടുവാഴികൾ നിർമ്മിച്ച സ്നേഹ സ്മാരകമായ താജ്മഹലിനേക്കാൾ അഴകും ഭംഗിയുമുണ്ടെന്ന് പ്രിയപ്പെട്ടവരെ അനുഭവം നമ്മെ പഠിപ്പിക്കുകയാണ്. താജ്മഹലിന്റെ തലയെടുപ്പിനേക്കാൾ സൗന്ദര്യം ഈ നാടോടികളുടെ ടെന്റിനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദം ഹവ്വയെ നോക്കി പറഞ്ഞു, അവൾ എന്നേക്കാൾ ഒട്ടും കുറവില്ലാത്തവളാണ്, കുറയാത്തവളാണ്, അവൾ എനിക്ക് മതിയായവളാണ്. ഇത് അംഗീകരിക്കാൻ പറ്റാത്തവരാണ് വിവാഹമോചനത്തിന് വേണ്ടിയിട്ട് പേപ്പറൊക്കെ തയ്യാറാക്കുന്നത്. ജീവിതത്തിന്റെ ഭാഗമായിട്ട്, എന്റെ തന്നെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കാണാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, സ്നേഹമെല്ലാം വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പരസ്പരമുള്ള വിശ്വാസത്തെയാണ് അർത്ഥമാക്കുന്നത്. ഭർത്താവ് എന്നെ ഉപേക്ഷിക്കില്ലെന്ന് ഭാര്യ വിശ്വസിക്കുന്നു, ഭാര്യ എന്നെ ഉപേക്ഷിക്കില്ലെന്ന് ഭർത്താവും വിശ്വസിക്കുന്നു. അതാണ് പരസ്പര വിശ്വാസം എന്ന് പറയുന്നത്. ഇപ്രകാരം പരസ്പര വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നിനക്ക് ജീവിത പങ്കാളിയിലുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരിലുള്ള ദൈവിക കൃപകളെ, ദൈവം നിക്ഷേപിച്ച നന്മകളെ നിനക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും.
എന്നെ രൂപപ്പെടുത്തിയ ദൈവം തന്നെയാണ് എന്റെ ജീവിത പങ്കാളിയെ രൂപപ്പെടുത്തിയതെന്ന് നിനക്ക് നോക്കിക്കാണുവാനായിട്ട് കഴിയും. ഒരുമിച്ച് വിളിക്കാം, ഈശോയേ. വിശ്വാസത്തോടെ വിളിക്കാം, ഈശോയേ. ഉള്ളിൽ സ്നേഹം നിറഞ്ഞു വിളിക്കാം, ഈശോയേ. ജീവിത പങ്കാൾ ദൈവത്തിന്റെ ദാനമാണെന്ന് ഓർത്തുകൊണ്ട് വിളിക്കാം, ഈശോയേ. നമ്മുടെ ജീവിത പങ്കാളിയുടെ എല്ലാ നന്മകളെയും സമർപ്പിച്ചുകൊണ്ട് വിളിക്കാം, ഈശോയേ. എന്റെ ജീവിത പങ്കാളി എനിക്ക് ചേർന്നതാണെന്ന് അംഗീകരിച്ചുകൊണ്ട് വിളിക്കാം, ഈശോയേ. എന്നെ രൂപപ്പെടുത്തിയ ദൈവം തന്നെയാണ് എന്റെ ജീവിത പങ്കാളിയെ രൂപപ്പെടുത്തിയതെന്ന ബോധ്യത്തോടെ വിളിക്കാം, ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരസ്പരം വിശ്വസിക്കുകയും പരസ്പരം ആദരിക്കുകയും ചെയ്ത രണ്ട് വ്യക്തികളുടെ കഥ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. അത് പിതാമഹനായ അബ്രഹാത്തിന്റെയും മെൽക്കീസദേക്കിന്റെയും കഥയാണ്. സോദോം ഗൊമോറ ദേശത്തെ ആക്രമിക്കുകയും തന്റെ സഹോദരപുത്രനായ ലോത്തിനെയും അവന്റെ കുടുംബത്തെയും തടവുകാരാക്കുകയും ചെയ്ത രാജാക്കന്മാർക്കെതിരെ അബ്രഹാം യുദ്ധം ചെയ്തു. ശത്രുക്കളെയെല്ലാം യുദ്ധത്തിൽ തോൽപ്പിച്ച് ലോത്തിനെയും കുടുംബത്തെയും അബ്രഹാം രക്ഷിച്ചു. ശത്രുരാജാവിനെ തോൽപ്പിച്ച് വിജയശ്രീലാളിതനായി മടങ്ങി വന്ന അബ്രഹാമിനെ സ്വീകരിക്കുവാനും അവനെ അനുഗ്രഹിക്കുവാനുമായിട്ട് സാലേം രാജാവായ മെൽക്കിസദേക്ക് അവിടെ എത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, മെൽക്കിസദേക്ക് ഒരു രാജാവ് മാത്രമായിരുന്നില്ല, അവനൊരു പുരോഹിതൻ കൂടിയായിരുന്നു. എന്നിരുന്നിട്ടും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അബ്രഹാത്തിന്റെ നന്മ കാണുവാൻ, ആ നന്മയെ അംഗീകരിക്കുവാൻ, ആ നന്മകളെ പ്രഘോഷിക്കുവാൻ, വിളിച്ചു പറയുവാൻ മെൽക്കീസദേക്ക് തയ്യാറായിരുന്നു. കാരണം അവനിൽ അബ്രഹാത്തിന്റെ മഹത്വം കാണുവാനുള്ള വിശ്വാസത്തിന്റെ കണ്ണുണ്ടായിരുന്നു. അവന്റെ മുമ്പിൽ കുമ്പിടുന്നത് അവനൊരിക്കലും ഒരു കുറച്ചിലായിട്ട് കരുതിയില്ല. പ്രിയപ്പെട്ടവരെ, മെൽക്കീസദേക്കിനോട് എങ്ങനെയാണ് എബ്രഹാം പ്രതികരിക്കുന്നതെന്ന് കൂടി നമ്മൾ ധ്യാന വിഷയമാക്കേണ്ടതാണ്. ഈ അബ്രഹാം ഒറ്റയ്ക്ക് പടനയിച്ച് വിജയിച്ച് തിരിച്ചു വരുമ്പോൾ ആൾക്കൂട്ടത്തിന്റെ പ്രഭുക്കന്മാരുടെ നടുവിൽ തല ഉയർത്തി നിൽക്കുമ്പോഴാണ് മെൽക്കീസദേക്ക് കുറച്ച് അപ്പവും വീഞ്ഞുമായിട്ട് അവിടെ എത്തുന്നത്. പുരോഹിതനായ മെൽക്കീസദേക്ക്, അത്യുന്നതനായ ദൈവത്തിന്റെ കൃപാകടാക്ഷം നിന്റെ മേലുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അബ്രാഹത്തെ ആശീർവദിച്ചു. എന്നാൽ അബ്രഹാം ആകട്ടെ തന്റെ വിജയതേരിൽ നിന്ന് താഴെ ഇറങ്ങുകയാണ്. മെൽക്കിസദേക്ക് ദൈവത്തിന്റെ പുരോഹിതന ആണെന്നറിയുന്ന അബ്രഹാം അവന്റെ മുമ്പിൽ ഒരു വിനീത ദാസനെ പോലെ നിന്നുകൊണ്ട് തനിക്കുള്ള എല്ലാറ്റിന്റെയും ദശാംശം അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ തയ്യാറാകുകയാണ്. മെൽക്കിസദേക്കിന്റെ നന്മയെ, അവനിലുള്ള അഭിഷേകത്തെ, ദൈവത്തിന്റെ മഹാപുരോഹിതനായി തിരഞ്ഞെടുക്കപ്പെട്ടവനെ അബ്രഹാം നോക്കിക്കണ്ടത് വിശ്വാസത്തിന്റെ കണ്ണിലൂടെ ആയിരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞവരെ, അബ്രാഹത്തെയായിരുന്നു എല്ലാവരും ബഹുമാനിക്കേണ്ടിയിരുന്നത്. എന്നാൽ എബ്രഹാം അവനെ ബഹുമാനിക്കുന്നതിൽ ഏറെ മുന്നിലായിരുന്നു. സോദോം രാജാവ് അബ്രഹാത്തോട് പറയുന്നത്, സമ്പത്തെല്ലാം നീ തന്നെ എടുത്തുകൊള്ളുക. തന്നിലേക്ക് തന്നെ ഈ സമയം നോക്കുവാനും സ്വയം അഹങ്കരിക്കുവാനും മറ്റുള്ളവരെ വിലയില്ലാത്തനോ അല്ലെങ്കിൽ വില കുറഞ്ഞവനായോ കാണാനും ഒരുവന് പ്രലോഭനമുണ്ടാക്കുന്ന ഒരു സമയമായിരുന്നു അത്. എന്നാൽ ആ സമയത്തും അബ്രഹാത്തിന്റെ വിശ്വാസത്തിന്റെ കണ്ണ് തുറന്നു തന്നെയിരുന്നു എന്നുള്ളതാണ്. ആദരം അർഹിക്കുന്നവർക്ക് ആദരം കൊടുക്കുവാൻ, ബഹുമാനം അർഹിക്കുന്നവർക്ക് ബഹുമാനം കൊടുക്കുവാൻ അബ്രഹാം തയ്യാറായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സ്, ഹൃദയം അത്രമാത്രം വിശാലമായിരുന്നു.
റോമാക്കാർക്കുള്ള ലേഖനം 13-ാം അധ്യായം 7-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവിൻ. നികുതി അവകാശപ്പെട്ടവന് നികുതി, ചുങ്കം അവകാശപ്പെട്ടവന് ചുങ്കം, ആദരം അർഹിക്കുന്നവന് ആദരം, ബഹുമാനം നൽകേണ്ടവന് ബഹുമാനം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ആദരവും ബഹുമാനവും ഒക്കെ അർഹിക്കുന്നവർക്ക് നൽകണമെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്തുണ്ടാകണം? കറകളഞ്ഞ സ്നേഹമുണ്ടാകണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുന്ന സമയമുണ്ടാകാറുണ്ട്, ഇല്ലേ? ഉണ്ട്. വളർച്ചയുണ്ടാകുന്ന സമയങ്ങൾ ഉണ്ടാകാറുണ്ട്, ഇല്ലേ? ഉണ്ട്. ഒരുപക്ഷെ ലോകം നിന്നെ അംഗീകരിക്കുന്ന, നിന്റെ കഴിവിൽ അഭിമാനം കൊള്ളുന്ന സമയങ്ങളുണ്ട്. അപ്രകാരം ലോകം നിന്നെ നെറുകയിലേറ്റി അംഗീകരിച്ച് ആദരിക്കുന്ന സമയങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ നോക്കിക്കാണുന്നത്? എല്ലാവരും നിന്റെ വിജയത്തെ പ്രശംസിക്കുമ്പോൾ, നിന്റെ കഴിവിനെ കൈയടിച്ച് നെഞ്ചിലേറ്റി അംഗീകരിക്കുമ്പോൾ, നിന്റെ കൂടെ നിന്നവരെ, നിന്റെ ഉയർച്ചയ്ക്ക് കാരണമായവരെ, നിന്റെ നന്മയ്ക്ക് കാരണമായവരെ നീ അംഗീകരിക്കുമോ? നീ അവരെ നന്ദിയോടെ ഓർക്കുമോ? ഈ കഴിഞ്ഞ ഒളിമ്പിക്സ്, പാരീസ് ഒളിമ്പിക്സില് ഇന്ത്യക്ക് വേണ്ടി 2 വെങ്കല മെഡൽ നേടിയ, ഇന്ത്യയുടെ മുഴുവൻ അഭിമാനമായി മാറിയ മനു ഭാസ്കർ എന്ന ഷൂട്ടിംഗ് താരത്തെ കുറിച്ച് നമ്മൾ കേട്ടു, അല്ലെ? ആണാണോ പെണ്ണാണോ? മനു ഭാസ്കർ ആണാണോ പെണ്ണാണോ? അറിയില്ല. പെണ്ണാണ്. 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തില് വിജയിച്ച വ്യക്തിയാണ്. അപ്പോൾ ഈ മനു ഭാസ്കർ എന്ന ഷൂട്ടിംഗ് താരം തന്റെ കോച്ചിനെ ചേർത്തു നിർത്തി ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: എന്റെ ഈ ഗുരുനാഥൻ ഇല്ലായിരുന്നുവെങ്കിൽ, എന്നെ കരം പിടിച്ചു നടത്തിയ ഈ കരങ്ങളില്ലായിരുന്നുവെങ്കിൽ, എനിക്ക് വഴികാട്ടിയായ ഈ വഴിവിളക്കില്ലായിരുന്നുവെങ്കിൽ, എനിക്ക് ആത്മവിശ്വാസം പകർന്ന, എന്നെ ഏറെ പ്രോത്സാഹിപ്പിച്ച ഈ ഗുണകാംക്ഷിയായ ഗുരുനാഥൻ ഇല്ലായിരുന്നുവെങ്കിൽ, എനിക്കൊരിക്കലും ഈ ധന്യമുഹൂർത്തത്തിലേക്ക്, ഈ ഇരട്ട മെഡലിന്റെ അപൂർവ നേട്ടത്തിലേക്ക്, ലോകത്തിന്റെ ആദരവിലേക്ക്, ഭാരതത്തിന്റെ അഭിമാന നേട്ടമായി എനിക്കൊരിക്കലും എത്തുവാൻ കഴിയുമായിരുന്നില്ല. സ്വന്തം നേട്ടങ്ങളെ ലോകം ആദരിക്കുമ്പോൾ ആ നേട്ടങ്ങളിലേക്ക് തന്നെ ഉയർത്തിയവരെ ഓർമ്മിക്കുന്ന മനോഭാവം, അത് ലോകത്തിന് മുമ്പിൽ പ്രഘോഷിക്കുവാനും അത് എടുത്തു കാണിക്കുവാനും തയ്യാറാകുന്നവർ, പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ഒരിക്കലും മായാത്ത ഓർമ്മകളാണ്. ഇതുപോലെ നിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും കാരണമായവരെ, നിന്റെ പ്രിയപ്പെട്ടവരെ നീ ഏത് കണ്ണിലൂടെയാണ് നോക്കിക്കാണുന്നത്? അവരുടെ സന്മനസ്സിന്റെ വലിപ്പത്തെ നീ അംഗീകരിച്ച് ബഹുമാനിക്കുമോ? നീ അവരെ ആദരിക്കുമോ? നീ അവരെ ഓർക്കുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ച് കാശൊക്കെ ആയി കഴിയുമ്പോൾ, നല്ല ജോലിയൊക്കെ കിട്ടി, നല്ല ശമ്പളമൊക്കെ ആയി, സ്വന്തം കാലിലൊക്കെ നിൽക്കാമെന്നാകുമ്പോൾ അപരനിലുള്ള നന്മകളെ മറക്കുന്ന മനുഷ്യരെ നമ്മുടെ ചുറ്റുപാടുമൊക്കെ നമുക്ക് കാണാം, ഇല്ലേ? എന്റെ വീട്ടിലും ഇല്ല, നിങ്ങളുടെ വീട്ടിലും ഇല്ല, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഉണ്ട്. അവർക്ക് പറയുവാനായിട്ട് നന്മകളൊന്നില്ലെങ്കിലും അവരുടെ തിന്മകൾ പറയാനായിട്ട് 100 നാവായിരിക്കും. വീട്ടുകാർ ശരിയല്ല, നാട്ടുകാർ ശരിയല്ല, ബന്ധുക്കൾ ശരിയല്ല, വികാരിയച്ഛൻ ശരിയല്ല, അങ്ങനെ ആരിലും ഒരു നന്മകളും കാണില്ല. അറിയാവുന്നൊരു കുടുംബമുണ്ട്, ഒരു ഉദ്യോഗസ്ഥ കുടുംബമാണ്. വികാരിയച്ഛൻ ശരിയല്ല, ഇടവക ജനങ്ങൾ ശരിയല്ല, പാട്ടുകാർ ശരിയല്ല, കമ്മറ്റിക്കാർ ശരിയല്ല, വേദോപദേശം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, മതാധ്യാപകർ ശരിയല്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ പള്ളിയിൽ ഇനി വരില്ല, വേറെ പള്ളിയിലാ പോകില്ല, ഇടവപ്പള്ളി പോകാറില്ല. കാരണം ആരും ശരിയല്ല. ശരിയായിട്ടുള്ളവരാരാണ്? ഞങ്ങൾ മാത്രമാണ്, വലിയ ഉദ്യോഗസ്ഥരാണ്.
പ്രിയപ്പെട്ടവരെ, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 10-ാം അധ്യായത്തിൽ സോളമൻ രാജാവിന്റെ കീർത്തിയെപ്പറ്റി കേട്ടറിഞ്ഞ ദക്ഷിണദേശത്തു നിന്നുള്ള ഷേബാരാജ്ഞിയുടെ സന്ദർശനത്തിന്റെ കഥ നമ്മൾ വായിക്കുന്നു. അവൾ സോളമൻ രാജാവിനെ പരീക്ഷിക്കുവാനായിട്ടാണ് അവന്റെ കൊട്ടാരത്തിലേക്ക് വന്നത്. എന്നാൽ സോളമന്റെ വിജ്ഞാനവും അവളുടെ ചോദ്യങ്ങൾക്കുള്ള അവന്റെ ഉത്തരങ്ങളും കൊട്ടാരത്തിലെ ക്രമീകരണങ്ങളും ദേവാലയത്തിലെ ആരാധനകളും ബലികളും നേരിട്ട് കണ്ട് അനുഭവിച്ചറിഞ്ഞ ഷേബാരാജ്ഞി വിസ്മയിച്ചുപോയി. അവൾ രാജാവിനോട് പറയുന്നത് ഇങ്ങനെയാണ്. 1 രാജാക്കന്മാർ 10-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളാണ്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അങ്ങയെയും അങ്ങയുടെ ജ്ഞാനത്തെയും പറ്റി ഞാൻ എന്റെ ദേശത്ത് കേട്ടത് എത്രയോ വാസ്തവം. നേരിൽ കാണുന്നത് വരെ യാതൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. യാഥാർത്ഥ്യത്തിന്റെ പകുതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. അങ്ങയുടെ ജ്ഞാനവും സമ്പത്തും ഞാൻ കേട്ടതിനേക്കാൾ എത്രയോ വിപുലമാണ്. അങ്ങയുടെ ഭാര്യമാർ എത്രയോ ഭാഗ്യവതികൾ. അങ്ങയുടെ സന്നിധിയിൽ സദാ കഴിച്ചുകൂട്ടുകയും ഞാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ ദാസന്മാർ എത്ര ഭാഗ്യവാന്മാർ. അങ്ങിൽ പ്രസാദിച്ച് രാജാസനത്തിൽ അങ്ങേ ഇരുത്തിയ അങ്ങയുടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. കർത്താവ് ഇസ്രായേലിനെ അനന്തമായി സ്നേഹിച്ചതിനാൽ നീതിയും ന്യായവും നടത്താൻ അങ്ങയെ രാജാവാക്കി. അവസാനം അവൾ രാജാവിന് 120 താലന്ത് സ്വർണവും വളരെയേറെ സുഗന്ധദ്രവ്യങ്ങളും രത്നങ്ങളും കൊടുത്തു. ഷേബാരാജ്ഞി സമ്മാനിച്ചിടത്തോളം സുഗന്ധദ്രവ്യങ്ങൾ പിന്നീട് ആരും സോളമന് കൊടുത്തിട്ടില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മറ്റൊരു രാജ്യത്തിലെ രാജാവിൽ അയാളുടെ നന്മകൾ കാണുവാനും അയാൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അംഗീകരിക്കുവാനും പ്രശംസിക്കുവാനും കഴിയണമെങ്കിൽ ഉൾക്കാഴ്ചയുള്ള സ്നേഹത്തിന്റെ ഉടമകളാകണം. മൂടുപടമില്ലാത്ത വിശ്വാസത്തിന്റെ കണ്ണുകൾ ഉണ്ടാകണം. ഷേബാരാജ്ഞി സോളമന്റെ നന്മയെ അംഗീകരിച്ചു. അവന്റെ നന്മയിൽ വിശ്വസിച്ചു. അവന്റെ നന്മയെ പ്രശംസിക്കുന്നതിന് ഈ രാജ്ഞിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ചോദിച്ചോട്ടെ, നമ്മുടെ എതിരാളികളുള്ള നന്മ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുമോ? വീട്ടിലുള്ളവരുടെ നന്മ കാണുന്നില്ല, പിന്നെയാണ് എതിരാളികളുടെ നന്മ കാണാൻ. സ്വന്തം ഭർത്താവിന്റെ ഭാര്യയുടെ നന്മ കാണാനായിട്ട് സാധിക്കാത്തവരാണ് നമുക്ക് തിന്മ ചെയ്യുന്നവരുടെ നന്മ കാണുവാനായിട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അത് സാധിക്കും എപ്പോഴാണ്? സ്നേഹമുണ്ടെങ്കിൽ നമുക്കത് സാധിക്കും. നമ്മെ വിമർശിക്കുകയും നമ്മെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നവരിൽ നമ്മുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുകയും നാളെ നമുക്ക് തന്നെ ഭീഷണിയായേക്കാവുന്നവരിൽ അവരുടെ നന്മ കാണാനും അത് നമുക്ക് പ്രശംസിക്കുവാനും കഴിയുക എന്നുള്ളത് കടുപ്പമേറിയ കാര്യങ്ങളാണ്. അത് തികച്ചും കഠിനമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ പ്രയാസമേറിയ ഈ കടമ്പ കടക്കാൻ, അതികഠിനമായ ഈ കാര്യത്തെ അതിജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ആത്മീയ ചൈതന്യത്തിന്റെ പേരാണ് സ്നേഹമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹം സകലതും അതിജീവിക്കുന്നു എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുള്ള നന്മ കാണാനുള്ള ഈ സ്നേഹമില്ലാതിരുന്നത് കൊണ്ടാണ് ഈശോയിൽ വിശ്വസിക്കുവാനായിട്ട് നിയമജ്ഞർക്കും ഫരിസേയർക്കും കഴിയാതെ പോയത്. ഈശോ മനോവേദനയോടെ പറയുന്ന ഒരു കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 42-ാമത്തെ തിരുവചനം: ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിവസം ഈ തലമുറയോടൊത്ത് ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ സോളമന്റെ വിജ്ഞാനം ശ്രമിക്കുവാൻ അവൾ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് വന്നെത്തി. എന്നാൽ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. പ്രിയപ്പെട്ടവരെ, സോളമനേക്കാൾ വലിയവനെ ആദരിക്കുവാൻ
അവർക്ക് കണ്ണും കാതും അധരവും ഉണ്ടായിരുന്നില്ല. കാരണം ഈ നിയമജ്ഞരിലും ഫരിസേരിലുമൊക്കെ സ്നേഹത്തിന്റെ കണികകളില്ലായിരുന്നു. അവർക്കെല്ലാം വന്നിട്ട് യേശുവിനുള്ള കുറ്റങ്ങൾ മാത്രമേ, കുറ്റമില്ലായിരുന്നിട്ടും അതിനൊക്കെ കുറ്റമായിട്ടാണ് അവരെല്ലാം കണ്ടിരുന്നത്. തന്നോട് സ്നേഹമില്ലാത്ത, തന്നിലെ നന്മകൾ കാണാത്തവരെ വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയെന്നാണ് യേശു അവരെ വിളിച്ചത്. ഒരു പൂർണ്ണ മനുഷ്യനെന്ന നിലയിൽ ഈശോ ചെയ്ത നല്ല കാര്യങ്ങളെ, മനുഷ്യർക്കൊരിക്കലും ചെയ്യാൻ സാധ്യമല്ലാത്ത അസാധ്യ കാര്യങ്ങൾ ചെയ്തപ്പോൾ പോലും അവനെ ഉൾക്കൊള്ളുവാനോ അവനെ അംഗീകരിക്കുവാനോ അവർക്ക് സാധിച്ചില്ല. അവനിലുള്ള നന്മകളെ കണ്ടെത്തുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. തങ്ങളുടെ തന്നെ നിലനിൽപ്പിന് ഭീഷണിയായേക്കാവുന്ന, തങ്ങളുടെ രീതികളെ ചോദ്യം ചെയ്യുന്ന നസ്രത്തിലെ യേശുവെന്ന ആ യുവാവിനുള്ള നന്മകളെ അംഗീകരിക്കുവാൻ അവർ കൂട്ടാക്കിയില്ല. പകരം അവർ പരിശ്രമിച്ചത് ആ യേശുവിനെ ഇല്ലാതാക്കുവാനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്നേഹമുള്ളിടത്താണ് പരസ്പര വിശ്വാസം ബലമുള്ളതാകുന്നത്. പരസ്പര സ്നേഹമുള്ളവർ പറയുന്ന കാര്യങ്ങൾ അവർ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യും. നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ ശത്രുക്കള്, നമ്മളെ ചതിക്കുന്നവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കാത്തത് എന്തുകൊണ്ടാണ്? കാരണം നമുക്ക് അവരിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു ജനങ്ങളോട് എന്തൊക്കെ പറഞ്ഞുവോ അതൊക്കെ സ്വീകരിക്കുവാനും അംഗീകരിക്കുവാനും അവർക്ക് സാധിച്ചത് കാരണം യേശുവിൽ അവർക്കുണ്ടായിരുന്ന വിശ്വാസമാണ്. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. അവരൊക്കെ അവൻ പറഞ്ഞത് വിശ്വസിച്ചു. അവർക്ക് അവനിൽ യാതൊരു സംശയമുണ്ടായിരുന്നില്ല. അതുപോലെ യേശു അവരോട് പറഞ്ഞു, വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളം കൊണ്ടായിരിക്കും. അവരെന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും പുതിയ ഭാഷകൾ സംസാരിക്കുകയും അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കുകയും മാരകമായ എന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈവെക്കുമ്പോൾ അവർ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. ഈ വചനങ്ങളൊക്കെ പറയുമ്പോൾ തനിക്ക് ചുറ്റും കൂടിയിരുന്നവർക്ക് അതൊക്കെ വിശ്വസിക്കുവാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമുണ്ടായിരുന്നില്ല. കാരണം അവർക്ക് യേശുവിനോട് സ്നേഹമുണ്ടായിരുന്നു, യേശുവിന്റെ വചനങ്ങളിൽ വിശ്വാസമുണ്ടായിരുന്നു. അതുപോലെ ഈ ലോകം വിട്ടുപോകുമ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, സ്വർഗാരോഹണ സമയത്താണ്, യുഗാന്തം വരെ ഞാൻ എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ഈ ലോകം വിട്ടുപോകുന്നവൻ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് പറയുമ്പോൾ അതുപോലും വിശ്വസിക്കുവാനുള്ള മനസ്സിന് വലിപ്പമുണ്ടായിരുന്നു അവർക്ക്. കാരണം അവർക്ക് യേശുവിൽ സ്നേഹമുണ്ടായിരുന്നു. അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന ഒരു കാര്യവും ഇതുവരെ അവന്റെ വായിൽ നിന്ന് അല്ലെങ്കിൽ അവന്റെ പ്രവൃത്തിയിൽ നിന്നും ഉണ്ടായിട്ടില്ല. അവൻ പറഞ്ഞതിനെല്ലാം ഒരു ആധികാരികത ഉണ്ടായിരുന്നു. മറ്റുള്ളവർ പറയുന്നതിനേക്കാളൊക്കെ വ്യത്യസ്തമായിട്ടായിരുന്നു അവന്റെ വാക്കുകളും പ്രവർത്തികളുമെല്ലാം, പ്രബോധനങ്ങളുമൊക്കെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എല്ലാം വിശ്വസിക്കുന്ന സ്നേഹത്തിന്റെ കഥയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, അല്ലെ? ഒരു പരസ്പര വിശ്വാസത്തിന്റെ പുറത്തുള്ള ജീവിതമാണ്. വിവാഹത്തിന്റെ അന്ന് ഒരു പെൺകുട്ടി തന്റെ വീടിനോട് വിട പറയുകയാണ്. നാളിത്രയും താൻ ജനിച്ച വീട്, ജീവിച്ച വീട്, താൻ ജനിച്ചു വളർന്ന നാട്, തന്നെ പരിപാലിച്ച ആ മാതാപിതാക്കന്മാർ, തന്നെ ചങ്കോട് ചേർത്ത് നിർത്തിയ തന്റെ സഹോദരങ്ങൾ, തന്റെ പ്രിയപ്പെട്ട അയൽക്കാർ, തന്റെ സുഹൃത്തുക്കൾ, അങ്ങനെ എല്ലാവരോടും വിട പറഞ്ഞുകൊണ്ട്, മാതാപിതാക്കൾക്കും മുതിർന്നവർക്കുമൊക്കെ സ്തുതി പറഞ്ഞുകൊണ്ട് അവൾ തന്റെ വീടിന്റെ പടിയിറങ്ങുമ്പോൾ മുന്നോട്ടു പോകുവാനുള്ള അവളുടെ ഹൃദയത്തിലുള്ള ഈ ധൈര്യം എവിടെ നിന്നാ? എന്ത് പ്രതീക്ഷയോടുകൂടിയാണ് അവൾ മുന്നോട്ട് പോകുന്നത്? ഇന്നു മുതൽ അവൾക്ക് അപരിചിതമായ ഒരു ദേശമായിരിക്കും അവളുടെ നാട്. ഒരുപക്ഷെ അവൾ അതുവരെ കണ്ടിട്ടില്ലാത്ത
ഒരു ഭവനമാണ് ഇനി അവരുടെ വീട്. അവളുടെ ഭർത്താവിന്റെ മാതാപിതാക്കന്മാർ എങ്ങനെയായിരിക്കും? അവന്റെ സഹോദരങ്ങൾ എങ്ങനെയായിരിക്കും? തന്റെ അമ്മായിയപ്പനും അമ്മായിയമ്മ എങ്ങനെയായിരിക്കും? അവരുടെ തനി സ്വഭാവം എന്തായിരിക്കും? ഇതൊന്നും അറിയാൻ പാടില്ലാതെയാണ് അല്ലെ ഇറങ്ങിത്തിരിക്കുന്നത്. ഒരു വിശ്വാസത്തിന്റെ പുറത്ത് പോവുകയാണ്. എന്നിട്ടും അയാളുടെ കൈയും പിടിച്ച് അവൾ തന്റെ പുതിയ ജീവിതയാത്ര തുടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുവാനുള്ള ധൈര്യത്തിന്റെ പേരാണ് സ്നേഹമെന്ന് പറയുന്നത്. കാരണം സ്നേഹമെല്ലാം വിശ്വസിക്കുന്നു. തന്റെ ഭാവി പുതിയ സ്ഥലത്ത് സുരക്ഷിതമായിരിക്കുമെന്ന് അവൾ വിശ്വസിക്കുന്നു. തന്റെ ഭർത്താവ് പറഞ്ഞതെല്ലാം, അയാൾ വാഗ്ദാനം ചെയ്തെല്ലാം എല്ലാം സത്യമായിരിക്കുമെന്ന് അവൾ വിശ്വസിക്കുന്നു. തന്നോട് അയാൾ കാണിക്കുന്ന സ്നേഹം റിയലാണ്, ശരിക്കുള്ള സ്നേഹമാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടല്ലേ നിങ്ങൾ ഇപ്പൊ ഒപ്പം ജീവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് വിളിക്കാം, ഈശോയേ. സ്നേഹത്തോടെ വിളിക്കാം, വിശ്വാസത്തോടെ വിളിക്കാം, കുടുംബത്തിലുള്ളവരുടെ നന്മയെ അംഗീകരിച്ചുകൊണ്ട് വിളിക്കാം, കുടുംബാംഗങ്ങളെ സ്നേഹിച്ചുകൊണ്ട് വിളിക്കാം. ഞങ്ങളെ പരസ്പര സ്നേഹത്തിൽ വളർത്തണമേ, പരസ്പര വിശ്വാസം വളർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ വിശ്വസിക്കാത്തവർക്കൊരിക്കലും ആഴമായ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകുകയില്ല. നമുക്കെപ്പോഴും സംശയമായിരിക്കും, ഇയാൾ എന്നോട് കാണിക്കുന്ന സ്നേഹം റിയലാണോ, അതോ ഇയാൾ എന്നെ പറ്റിക്കുകയാണോ? ഇയാൾ കാര്യം കാണാൻ വേണ്ടിയാണോ എന്റെ അടുത്ത് കൂടിയിരിക്കുന്നത്? ഇങ്ങനെയുള്ള സന്ദേഹങ്ങളായിരിക്കും. ഒരിക്കലും വിശ്വാസമുണ്ടാകുകയില്ല, ഒരിക്കലും അവരോട് സ്നേഹമുണ്ടാകുകയില്ല. എല്ലാം ഒരു സംശയത്തിന്റെ പുറത്തായിരിക്കും നോക്കിക്കാണുക. പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു കഴിയുമ്പോഴാണ് അതൊക്കെ സംഭവിക്കുന്നത്. മറ്റുള്ളവരുടെ നന്മയിൽ നമുക്ക് എന്തുകൊണ്ടാണ് വിശ്വസിക്കാൻ കഴിയാത്തത്? കാരണം സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. നമുക്കൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്ന തിന്മയെ പോലും നമ്മൾ നന്മയാക്കി അത് പ്രഘോഷിക്കും, അല്ലെ? അയാൾ തിന്മയാണെന്ന് പറഞ്ഞാൽ പറയാം, അങ്ങനെയൊന്നുമല്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. തിന്മയാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ നമ്മൾ അംഗീകരിച്ചു കൊടുക്കില്ല. കാരണം എന്താ? സ്നേഹമുള്ളത് കൊണ്ടാണ്. ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായതിന്റെ കാരണം ഇങ്ങനെയാണ്. അവരുടെ ബെഡ്റൂമിൽ നടന്ന ഒരു വഴക്കിന് കാരണം ഭർത്താവ് തന്റെ അമ്മയ്ക്കും തന്റെ സഹോദരിമാർക്കും ഡ്രസ്സ് വാങ്ങിക്കൊടുത്തു. അതാണ് വഴക്കിന് കാരണം. ആ തന്റെ ഭർത്താവിനുള്ള നന്മയെ അംഗീകരിക്കുവാനായിട്ട് ആ ഭാര്യ തയ്യാറായിരുന്നില്ല. കാരണം അവളിൽ ആ സ്നേഹമുണ്ടായിരുന്നില്ല. സ്നേഹമുള്ളവര് മറ്റുള്ളവർ ചെയ്യുന്ന നന്മ പ്രവർത്തികൾ അവരെപ്പോഴും അംഗീകരിക്കും. മറ്റൊരു വീട്ടിൽ ഒരു മരുമകള് അമ്മായിയമ്മക്കൊരു സാരി വാങ്ങിച്ചു കൊടുത്തു. ചിരിച്ചുകൊണ്ട് സാരി വാങ്ങിച്ച അമ്മായിയമ്മ സൗകര്യം കിട്ടിയപ്പോൾ ആ സാരി ഒന്ന് കീറിയിട്ട് നാട്ടുകാരോടൊക്കെ പറഞ്ഞു നടന്നു, അവളെനിക്ക് കീറിയ സാരിയാണ് വാങ്ങിച്ചതെന്ന്. സാരി വാങ്ങിക്കാൻ കടയിൽ പോകുന്നവർക്കറിയാം, കീറിയ സാരി വിറ്റ് കഴിഞ്ഞാൽ ആ കടയിൽ വീണ്ടും നമ്മൾ പോകുമോ? എത്ര ക്യൂസിമാർ ചെക്ക് ചെയ്തിട്ടാണ് ആ സാരി മാർക്കറ്റിലേക്ക് വരുന്നത്, അല്ലെ? ആ കമ്പനിക്ക് പിന്നെ പേരുണ്ടാകുമോ? കടയിൽ പിന്നെ സാധനം വാങ്ങിക്കാൻ ആരെങ്കിലും കയറുമോ? അപ്പോഴീ അമ്മായിയമ്മ പറയുകയാണ്, അവൾ എനിക്ക് കീറിയ സാരിയാണ് വാങ്ങിച്ചു തന്നത്. മകൾ ചെയ്ത ആ നന്മയെ തിന്മയാക്കി മാറ്റി പ്രചരിപ്പിച്ചു നടത്തുകയാണ്. നേരെ മറിച്ചുകൊണ്ട് ചില തിന്മകളെ നന്മയാക്കി മാറ്റും. ഇത് നന്മ ചെയ്തിട്ട് അതിനെ തിന്മയാക്കി മാറ്റുക മാത്രമല്ല, എല്ലാവരോടും പറഞ്ഞു നടക്കുന്ന എന്ത് സ്വഭാവമാണ്? പ്രിയപ്പെട്ടവരെ, സാരി കൊടുത്ത് സ്നേഹം മേടിക്കാം, അമ്മായി അമ്മയുടെ പ്രീതി സമ്പാദിക്കാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള 8ന്റെ പണി മാത്രമല്ല 88ന്റെ പണി കിട്ടും.
ഓർമ്മയിലിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈശോയെ, മറ്റുള്ളവരുടെ നന്മയെ മറ്റുള്ളവരുടെ നന്മയെ അംഗീകരിക്കുവാനുള്ള സ്നേഹം നിറഞ്ഞ ഹൃദയം എനിക്ക് തരണമേ. നന്മ നിറഞ്ഞ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോനാ പ്രവാചകന്റെ പ്രസംഗം കേട്ട് നിനവേ നിവാസികൾ മുഴുവനും അനുതപിച്ചു. അവരെല്ലാം ചാക്കൊടുത്ത് ചാരം പൂശി തങ്ങളുടെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് അവർ പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായിട്ട് ദൈവം അവരുടെ മേൽ നടത്താനിരുന്ന ശിക്ഷാവിധികളൊക്കെ പിൻവലിക്കുമ്പോൾ ദുഃഖിച്ച ഒരാളുണ്ട്. ആരാണ്? യോനാ പ്രവാചകൻ. ആ നന്മ ഉൾക്കൊള്ളുവാനായിട്ട് പ്രവാചകന് സാധിച്ചില്ല. അവരുടെ ഹൃദയത്തിലെ ആ മാനസാന്തരത്തെ അംഗീകരിക്കുവാൻ, അവരുടെ ഹൃദയത്തിലെ വിശ്വാസവും നന്മയും കാണുവാനായിട്ട് പ്രവാചകന് കഴിഞ്ഞില്ല. അവൻ പ്രസംഗിച്ചത് അവരുടെ മാനസാന്തരത്തിനു വേണ്ടിയാണെങ്കിലും അവർ അനുതപിച്ചപ്പോൾ അത് ഉൾക്കൊള്ളുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. പ്രവാചകൻ ആഗ്രഹിച്ചത് അവരുടെ നാശമായിരുന്നു. കാരണം അയാളുടെ പ്രശ്നം എന്തായിരുന്നു? ഇനി ഞാൻ പ്രവചിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ കേൾക്കുമോ? കാരണം ഞാൻ നാശം സംഭവിക്കുമെന്ന് പറഞ്ഞു, അത് സംഭവിച്ചില്ല. ഇനി ഞാൻ അവരുടെ മുമ്പിലേക്ക് ഒരു പ്രവാചകനായിട്ട് പ്രവചിക്കാൻ ചെന്നു കഴിഞ്ഞാൽ ആൾക്കാരെന്ത് ചെയ്യും? ആൾക്കാർ കല്ലെടുത്തെറിയും. അതാണ് യോനാ പ്രവാചകന്റെ പ്രശ്നം. അപ്പോൾ ദൈവത്തിന്റെ മനസ്സ് തിരിഞ്ഞ് ആ ദൈവം കാണിച്ച നന്മ പോലും ദൈവം അവരുടെ നന്മ കണ്ട് മനസ്സ് മാറ്റിയതുപോലെ യോനാ പ്രവാചകനെ ഈ നന്മ കണ്ട് പ്രവാചകന്റെ മനസ്സ് മാറ്റുവാനായിട്ട് അയാൾക്ക് കഴിഞ്ഞില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോനാ പ്രവാചകൻ സ്വന്തം ജനങ്ങളുടെ നന്മയേക്കാൾ സ്വന്തം താല്പര്യങ്ങൾക്കാണ്, ഇഷ്ടങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. സ്നേഹമുള്ളവർ ചെയ്യുന്നത് എങ്ങനെയാണ്? മറ്റുള്ളവരെ വിശ്വസിക്കുകയും അവരുടെ നന്മകളെ അംഗീകരിക്കുകയുമാണ് ചെയ്യുന്നത്. അതുപോലെ മോശയ്ക്കെതിരെ പെറുപെറുത്തുകൊണ്ട് ജനം പറഞ്ഞു, നിങ്ങൾ ദുഷ്ടന്മാരാണ്, ഞങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടിയാണ് നിങ്ങൾ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ജനം ദൈവത്തിനും മോശയ്ക്കുമെതിരായിട്ട് പെറുപെറുക്കുന്നുണ്ട്. മോശയുടെ ഉള്ളിലെ നന്മ കാണുവാൻ, അയാൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആന്തരിക സംഘർഷങ്ങളെ മനസ്സിലാക്കുവാൻ, അയാളുടെ ദൈവനിയോഗത്തെ മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും പലപ്പോഴും അവർ തയ്യാറായിരുന്നില്ല. എന്നാൽ മോശയാകട്ടെ തന്റെ ജനത്തിനു വേണ്ടി കൂടെ കൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി എപ്പോഴും യാചിക്കുന്ന ഒരു മനസ്സുള്ളവനായിരുന്നു മോശ. പ്രിയപ്പെട്ടവരെ, സ്നേഹമില്ലാത്തിടത്തൊന്നും വിശ്വസിക്കപ്പെടുന്നില്ല. എത്ര വലിയ അത്ഭുതം നടന്നാലും ഈ അത്ഭുതങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ കണ്ടാലും ഒരു ഫലവും ഉണ്ടാകില്ല. ചെങ്കടൽ വിഭജിക്കപ്പെട്ടാലും ആകാശത്തുനിന്ന് മഞ്ഞ പൊഴിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഒന്നും വിശ്വസിക്കപ്പെടുകയില്ല. പാറ പിളർന്ന് ജലം കിട്ടിയാലും മരുഭൂമിയിലെ ജലം മധുരമുള്ള കയ്പ് ജലം മധുരമുള്ളതായിട്ട് മാറിയാലും കാടപ്പക്ഷികൾ അത്ഭുതകരമായി വർഷിക്കപ്പെട്ടാലും ശത്രുക്കളെ മനുഷ്യൻ അസാധ്യമായ രീതിയിൽ ദൈവം തകർത്തു കളയുന്നത് കണ്ടാലും അനുകൂലമായി സൂര്യനെ ദൈവം നിശ്ചലമാക്കിയാലും സ്നേഹമില്ലെങ്കിൽ ദൈവം ചെയ്യുന്ന ഈ നന്മകളൊന്നും അംഗീകരിക്കുവാനോ വിശ്വസിക്കുവാനോ സാധിക്കുകയില്ല. ഒരുമിച്ച് വിളിക്കാം, ഈശോയേ. വിശ്വാസത്തോടെ വിളിക്കാം, അധരം തുറന്ന് വിളിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ അനുദിന ജീവിതത്തിൽ നിന്റെ മാതാപിതാക്കന്മാർ നിനക്ക് എന്തൊക്കെ നന്മ ചെയ്താലും എന്തൊക്കെ നൽകിയാലും നിന്നെ പോറ്റി വളർത്തുന്നതിന് വേണ്ടിയിട്ട് അവർ രാപകലില്ലാതെ അവർ കഠിനാധ്വാനം ചെയ്യുന്നത് കണ്ടാലും നിനക്ക് വേണ്ടി സഹിച്ചാണ്
അവർ രോഗികളായി മാറിയതെന്നറിഞ്ഞാലും നിനക്ക് വേണ്ടി പണം ചിലവഴിച്ചാണ് അവർ വലിയ കടക്കെണികളിൽ വീണുപോയതെന്ന് മനസ്സിലാക്കിയാലും നിന്റെ ഉള്ളിൽ അവരോട് സ്നേഹമില്ല എങ്കിൽ നിനക്കവരെ വിശ്വസിക്കുവാനായിട്ട് കഴിയുകയില്ല. നിങ്ങൾക്ക് അവരുടെ നന്മകളെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയില്ല. ചിലരൊക്കെ ചോദിക്കാറില്ലേ, നിങ്ങൾ എനിക്ക് വേണ്ടി എന്താ ചെയ്തത്? പഠിപ്പിച്ചു വലുതാക്കി വിദ്യാഭ്യാസങ്ങളൊക്കെ നൽകി എല്ലാം നൽകിയിട്ട് അവസാനത്തെ ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത്? ആ ചോദ്യത്തിന്റെ ഉറവിടം അതുത്ഭവിക്കുന്നത് സ്നേഹശൂന്യതയിൽ നിന്നാണ്. നിന്റെ ജീവിത പങ്കാളി നിനക്ക് വേണ്ടി എന്തുമാത്രം അധ്വാനിക്കുന്നുണ്ടെന്ന് കണ്ടാലും സ്നേഹമില്ലെങ്കിൽ നീ പറയും, ഇതൊക്കെ വെറും അഭിനയമാണ്, ഇതൊക്കെ വെറും നാടകമാണ്, ഈ കണ്ണുനീരൊക്കെ വെറും അഭിനയമാണ്, പാഴാണെന്നൊക്കെ നമ്മൾ പറയും. ഭാര്യയ്ക്ക് ഭർത്താവിന് നന്മകൾ വിശ്വസിക്കുവാൻ പറ്റുന്നില്ല. ഭർത്താവിന് ഭാര്യയുടെ നന്മകളെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കുകയാണ്. സ്നേഹത്തിന്റെ കളർ മങ്ങുമ്പോഴാണ്, പരസ്പര സ്നേഹത്തിന് ഭംഗം വരുമ്പോഴാണ് പരസ്പര വിശ്വാസം നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു, നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സ്നേഹം സകലതും വിശ്വസിക്കുന്നു. സ്നേഹം സകലതും വിശ്വസിക്കുന്നു. നമുക്കൊരുമിച്ച് പറയാം, സ്നേഹം സകലതും വിശ്വസിക്കുന്നു. സ്നേഹം സകലതും വിശ്വസിക്കുന്നു. സ്നേഹം പരസ്പര വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. സ്നേഹം പരസ്പരം വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. സ്നേഹം മറ്റുള്ളവരുടെ നന്മയെ അംഗീകരിക്കുന്നു. സ്നേഹം മറ്റുള്ളവരുടെ നന്മയെ അംഗീകരിക്കുന്നു. സ്നേഹം മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുന്നു. സ്നേഹം മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുന്നു. നമുക്ക് കണ്ണുകളടക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ട കാര്യങ്ങൾ, സ്നേഹത്തെക്കുറിച്ച് നമ്മൾ കേട്ട വചനങ്ങൾ നമ്മളിലുള്ള കുറവുകൾ പരിഹരിച്ച് നമ്മളെ സമ്പൂർണ്ണ സ്നേഹത്തിൽ നിലനിർത്തട്ടെ. നമ്മെ പരസ്പര വിശ്വാസത്തിൽ വളർത്തട്ടെ. മറ്റുള്ളവരുടെ നന്മകൾ കാണുവാനും അംഗീകരിക്കുവാനും പരിശുദ്ധാത്മാവ്, സ്നേഹത്തിന്റെ ഫലം നൽകുന്ന പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആത്മാവ് നമ്മെ സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കട്ടെ. നമ്മെ സമ്പൂർണമുള്ള സ്നേഹമുള്ള വ്യക്തികളായി മാറ്റട്ടെ. കരങ്ങളുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.